പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്നൊരു പ്രയോഗം പണ്ടുമുതലേയുണ്ട്. അതെന്താണെന്ന് ഇന്നലെ കാണാൻ കഴിയും. പക്ഷേ അവിടെ പന്തം കൊളുത്തിയത് എന്തിനേയും അഗ്നിക്കിരയാക്കാനായിരുന്നില്ല, ആരെയും തകർക്കാനും ഉന്മൂലനാശനം ചെയ്യാനുമായിരുന്നില്ല. തലമുറകളായി കൈമാറ്റം ചെയ്തു വരുന്ന പവിത്രമായ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അതിനുവേണ്ടി 1000 ഭക്തരുടെ മനസ്സുകളിൽ ഉദയം കൊണ്ട ദീപനാളങ്ങൾ ഒന്നൊന്നായി സംഗമിക്കുന്ന കാഴ്ച. ഈ ദീപനാളങ്ങൾക്ക് പകരാനുണ്ടായിരുന്നത് ഭക്തിയുടെ പ്രകാശമായിരുന്നു, പ്രാർത്ഥനയുടെ ശോഭയായിരുന്നു. മനസ്സിൽ ഘനീഭവിച്ച് കിടന്ന നൊമ്പരത്തിൻ്റെ വേദനയുടെ വിതുമ്പലുകളായിരുന്നു. എന്നും ധർമ്മം മാത്രം പുനഃസ്ഥാപിക്കണം എന്ന പ്രാർത്ഥന ഉയർത്തിപ്പിടിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ പതാകവാഹകരായി കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും പുറത്തുനിന്ന് പോലും മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് എത്തിച്ചേരാൻ നിർബന്ധിതരാക്കപ്പെട്ടവർ. മനോഹരമായ ക്ഷണപത്രികയുടെ അകമ്പടിയില്ലാതെ വന്നവർ, മോഹിപ്പിക്കുന്ന വ്യാജ വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരങ്ങളിൽ മയങ്ങാതെ തന്നെ എത്തിച്ചേർന്നവർ, ശീതീകരിച്ച പന്തലിനുള്ളിൽ സുഖകരമായ പതുപതുത്ത സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരാകാമെന്ന പ്രതീക്ഷയിലുമല്ല അവരോരോരുത്തരും അവിടെ എത്തിച്ചേർന്നത്. പഴയിടം നമ്പൂതിരിയുടെ സ്വാദിഷ്ടമായ സദ്യ രുചിക്കാമെന്ന മോഹവും അവർക്കുണ്ടായിരുന്നില്ല. പരമ്പരകളിലൂടെ പകർന്നു കിട്ടിയ പവിത്രമായ വിശ്വാസ പ്രമാണങ്ങളെ ഇരുട്ടിൻ്റെ മറവിൽ സർക്കാരിൻ്റെ ഉരുക്കുമുഷ്ടിയുടെ പിൻബലത്തിൽ ചവിട്ടി മെതിക്കാമെന്ന ദുഷ്ടലാക്കോടെ 18ാം പടി കടന്ന് എത്തിയ വേതാളങ്ങളിൽ നിന്നും മനസ്സിനുള്ളിൽ കാത്തുസൂക്ഷിച്ച പന്തളദാസനെ സംരക്ഷിച്ചു നിർത്തുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അയ്യപ്പൻ്റെ ദ്വാരപാലകന്മാർക്ക് പോലും ഭീഷണിയുയരുന്ന അവസരത്തിൽ അയ്യഭക്തന്മാരുടെ ഗതി എന്തായിരിക്കും എന്ന ഉത്തരമില്ലാ ചോദ്യമാണ് അവർക്ക് മുമ്പിൽ നിലയുറപ്പിച്ചു നിന്നത്. ഒരു സമുദായത്തിനും നേരെയുള്ള വെല്ലുവിളികളല്ല അവിടെ ഉയർന്നു കേട്ടത്. അയ്യപ്പന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും അതിലുപരി അയ്യപ്പനും തനിക്കും തമ്മിൽ വ്യത്യാസമില്ലാതാകും ഇവിടെ വന്നാൽ എന്ന വിശ്വാസത്തെ സാർത്ഥകമാക്കുന്ന തത്വമസി മന്ത്രത്തെ ശിരസിലേറ്റി നിൽക്കുന്ന സന്നിധാനത്തിൻ്റെ പവിത്രതയും പരിശുദ്ധിയും എന്നേക്കുമായി വിളങ്ങി നിൽക്കണമേ എന്ന പ്രാർത്ഥനയാണ് അവിടെ പൊഴിഞ്ഞു വീണത്. പൊന്നമ്പലത്തിൻ്റെ സുവർണശോഭയ്ക്ക് ഒരു കാരണവശാലും മാറ്റു കുറയരുതേ എന്ന ആഗ്രഹം മാത്രം. 12 വർഷത്തെ വനവാസത്തിന് ശേഷം അജ്ഞാതവാസത്തിനായി വിരാട രാജ്യത്തെത്തിയ പാണ്ഡവരുടെ സമാന അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ ഹൈന്ദവ സമൂഹം എന്ന സത്യം മനസ്സിലാക്കിയിട്ടായിരിക്കാം ഈ ഒത്തുചേരലിന് വിരാട ഹിന്ദു സംഗമം എന്ന പേര് വന്നത്. പക്ഷേ ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഒരു രാഷ്ട്രീയ നിറം കൈവന്നിട്ടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കുവാനും കഴിയില്ല. കാരണം വേറൊന്നുമല്ല, തങ്ങളുടെ ആരാധനാമൂർത്തികളെ സർക്കാർ ചെലവിൽ അവഹേളിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ, അവരുടെ പേര് പറഞ്ഞ് പിന്നീട് നേട്ടം കൊയ്യാൻ കോപ്പുകൂട്ടുന്നത് ഹൃദയവേദനയോടെ നോക്കി നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ, തങ്ങളുടെ നേർക്ക് സ്വയം നീണ്ടുവന്ന കരങ്ങളിൽ വിശ്വാസമർപ്പിക്കേണ്ടി വന്നു എന്നതാണ് സത്യം. ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം എന്ന് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം മറ്റൊന്നാണ്. ഭഗവത്ഗീത ചവറ്റുകൊട്ടയിൽ എറിയേണ്ടതാണ് എന്ന് പറഞ്ഞവർ പോലും ഇന്ന് അതിലെ ശ്ലോകങ്ങൾ ഉരുവിടാൻ തുടങ്ങിയിരിക്കുന്നു. ഭക്തന് പറഞ്ഞിരിക്കുന്ന നിർവചനങ്ങൾ ചികഞ്ഞെടുക്കുന്നു, ചിലതൊക്കെ കാര്യസാധ്യത്തിനായി എഴുതി ചേർക്കുന്നു. ലക്ഷ്യം സംശുദ്ധമെങ്കിൽ ഈ ഒരു മാറ്റത്തെ മനം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. പക്ഷേ ഭക്തനേക്കാൾ പ്രധാനപ്പെട്ടതും ആദ്യം വരേണ്ടതും വിശ്വാസമാണെന്ന സത്യം അറിയാത്തവരോ അതോ മനഃപൂർവ്വം അറിയില്ല എന്നടിച്ചോ
നടത്തുന്ന പുലമ്പലുകളെ എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത് എന്ന് യഥാർത്ഥ ഭക്തന് നന്നായി അറിയാം. ഈ സംഗമത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടെ ഉൾക്കൊള്ളാതിരുന്നതിനും കാരണങ്ങൾ പലതുണ്ട്. അതെന്തു തന്നെയായാലും കറപുരളാത്ത ഭക്തിക്ക് മുന്നിൽ, ശക്തി ആർജിച്ചു വരുന്ന വിശ്വാസങ്ങൾക്ക് മുന്നിൽ എല്ലാ പ്രതിബന്ധങ്ങളും തകർന്നടിയും എന്നതിൽ സംശയമില്ല. പന്തളത്ത് പഴയ പ്രയോഗം പ്രാവർത്തികമാകുമോ? സ്വാമിയേ ശരണമയ്യപ്പ.